ആര് പറഞ്ഞിട്ടാ നിങ്ങൾ അവളെ കൊല്ലാൻ ഒരുങ്ങിയത്? ആരോട് ചോദിച്ചിട്ടാന്ന്? എനിക്കറിയണം. അവരെന്നോട് ചോദിച്ചു. ഞാനാണ് ഡോക്ടേഴ്സിന് മുന്നിൽ ഈ പ്രപ്പോസൽ വെച്ചത്. യുത്തനേസിയ. ഷീ ഡിസർവ്സ് ഇറ്റ്. നിങ്ങൾക്ക് എന്താ കണ്ണിച്ചോരയില്ലേ? പടച്ചവന് പോലും വേണ്ടാത്തൊരു ശവശരീരമായി മാറിക്കഴിഞ്ഞു നാദിയ. ഫ്യൂണറൽ കാത്തു കിടക്കുന്ന ഒരു കോർപ്സ്. നീ തന്നെ പറ, എത്ര കാലമൊന്നും ചപ്പാവും ബോധമില്ലാതെ ഭൂമിയിൽ കിടന്നിങ്ങനെ നരയിക്കുന്നത്? അവസാനിപ്പിച്ചേക്കാം നമുക്ക് അവളെ. അതിനുള്ള സമ്മതമാണ് ഇവർ ചോദിക്കുന്നത്. മോൾ ഒപ്പിട്ട് കൊടുത്തേക്ക്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. എല്ലാരും ചേർന്ന് അവളെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നെ കൊന്നേക്കണം. എനിക്ക് മാത്രമായി ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കണ്ട. ഇത് ദയയല്ല, ക്രൂരതയാണ്. നാദിറ നാദിയോട് കാണിക്കുന്ന ടോർച്ചറിങ്. സാറിന് മനസ്സിലായ ആളാരാണെന്ന്? നാദിറയുടെ ഭാവി വരൻ സിയാ മുസാഫിറിന്റെ ഉപ്പ, ഉസ്താദ് ഗുലാം മുസാഫിർ. GM, ഗ്രാൻഡ് മ്യൂസിക് കമ്പോസർ. ചിന്തിച്ചു നോക്ക്, നിനക്ക് തന്നെ ഉത്തരം കിട്ടും. ടെക്നിക്കലി നാദി എപ്പോഴേ കൊല്ലപ്പെട്ടു. ഫുൾ കോമ. There is nothing wrong in it. പഠിച്ചിട്ടില്ലേ നീ? ഹൃദയം കൊണ്ടല്ല, ബ്രെയിൻ കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആ ബ്രെയിനിന്റെ നാശത്തെയാണ് മനുഷ്യൻ മരണമെന്ന് വിളിക്കുന്നത്. നാദിയുടെ ബ്രെയിൻ ഡെഡായി കഴിഞ്ഞു മോളെ. ശരിയല്ലേ ഡോക്ടർ? അബ്സല്യൂട്ട്ലി കറക്റ്റ്. നാദിയെ പരിശോധിച്ച മെഡിക്കൽ ടീം ഡെത്ത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. മോള് കേട്ടല്ലോ. ഇനി മരിക്കാൻ നാദിയെ ഡോക്ടർമാരെ സഹായിക്കും. ഫിസിഷ്യൻ അസിസ്റ്റഡ് സൂയിസൈഡ് എന്നിവർ വിളിക്കുന്ന മെർസി കില്ലിംഗ്, യുത്തനേസിയ. ആരുടെ ഉപദേശം എനിക്ക് കേൾക്കണ്ട. നാദിറ, forget your another face. നാദിയ നിനക്കിനി ഉപകാരം ചെയ്യില്ല, ഉപദ്രവമേ ചെയ്യൂ. മോളെ, എനിക്കൊന്നും കേൾക്കണ്ട. ജീവിതം മുഴുവൻ എനിക്ക് കാണണം അവളെ. കണ്ടോണ്ടിരിക്കണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, വിട്ടു കൊടുക്കില്ല ഞാൻ അവളെ ഒരു മരണത്തിനും. ഞങ്ങൾ ഒരുമിച്ച് ജനിച്ചവരാ. 22 കൊല്ലം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. എന്നെ പാതി വഴിയിലിട്ടിട്ട് പോകാൻ സമ്മതിക്കില്ല ഞാൻ അവളെ. ഞാൻ കാവലിരിക്കും ഈ ജന്മം മുഴുവൻ. അവൾ എന്റെയാ, എന്റെ മാത്രം സ്വത്താ. വിഡ്ഢിയാണ് നീ. ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിന് കാവലിരിക്കുന്ന വിഡ്ഢി. മിസ്റ്റർ ഓഫീസർ, നമസ്തേ ജി. ഐ എം ഉസ്താദ് ഗുലാം മുസാഫിർ. വൗ. മിസ്റ്റർ ഷറഫുദ്ദീൻ താരമസി IPS ഇപ്പോ നാദിയ കേസ് അന്വേഷിക്കുന്നു. കേട്ടിട്ടുണ്ട് നിങ്ങളെ പറ്റി ധാരാളം. വായിച്ചിട്ടുണ്ട് ചില ഹ്യൂമൻ റൈറ്റ് ആർട്ടിക്കിൾസ്. ചെന്നൈ നഗരത്തിലെ ഗല്ലികളിൽ രാത്രി ഗുണ്ടകളെ നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, എ ഗ്ലോറിഫൈഡ് കില്ലർ. ഈ എൻകൗണ്ടറിംഗ് ഒരുതരം മേഴ്സി കില്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? എനിക്കറിയാം നിങ്ങൾക്കിപ്പോ അതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഉത്തരമില്ലാഞ്ഞിട്ടല്ല, നിങ്ങളോട് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല. അതുകൊണ്ട് ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. എനിവേ, മൈ കൺഗ്രാറ്റ്സ് മിസ്റ്റർ GM. വൈ? നാദിയല്ല, നാദിറയുടെ ഭാവിയിൽ ഓവർ കോൺഷ്യസ് ആവുന്നതിന്. യെസ്, നാളെ എന്റെ വീട്ടിൽ വന്ന് കയറേണ്ട എന്റെ ഭാവി മരുമകളല്ലേ നാദിറ. അപ്പോ അവളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും എന്റെയും എന്റെ മകന്റെയും കൂടിയല്ലേ മിസ്റ്റർ ഷറഫുദ്ദീൻ? പിന്നെ ഈ മേഴ്സി കില്ലിംഗ് അത്ര വലിയ പാപോ തെറ്റൊന്നും അല്ലെന്ന് നിങ്ങളും നാദിറയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ഹോളണ്ടിലും ബെൽജിയത്തിലൊക്കെ ഇത് സർവ്വസാധാരണമായി കഴിഞ്ഞു. ഹോളണ്ടിലും ബെൽജിയത്തിലും ഒന്നും അല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്, ഇന്ത്യയിലല്ലേ. അതുകൊണ്ടാണല്ലോ ഞാൻ അവളോട് പറഞ്ഞത്, നാദിയ വേണമെങ്കിൽ നമുക്ക് ബെൽജിയത്തിലേക്ക് കൊണ്ടുപോകാം. അവിടെ വെച്ച് ഈസിലി കില്ലിംഗ് ആരും അറിയില്ല. ഇവിടത്തെ പോലെ ലീഗൽ പ്രോബ്ലംസും ഇല്ല. കില്ലിംഗ് 4 തവണ നിങ്ങൾ ആ വാക്ക് ഉപയോഗിച്ചു, ഒരു കില്ലറുടെ ആത്മസംതൃപ്തിയോടെ. എല്ലാ സൂത്രധാരന്മാർക്കും ഒരേ മുഖഛായയാണ്, ഒരു പ്രൊട്ടക്ടറുടെ ഭാവം. യെസ്, ഐ ആം റിയലി എ പ്രൊട്ടക്ടർ. രാജമ്മയ്ക്ക് ഈ വസ്തു പരിചയമുണ്ടോ? ഈ കത്തി കൊണ്ടാണ് നാദിയയ്ക്ക് കുത്തേറ്റത്. ആണോ? കഷ്ടം, ഞാൻ അറിഞ്ഞില്ല. മാമ്പഴം മുറിക്കാൻ നിങ്ങൾ കടം വാങ്ങിയ കത്തിയാണിത്. ഭഗവാനെ, അത് തിരിച്ചു കൊടുത്താണല്ലോ. ഭഗവാൻ തിരിച്ചു കൊടുത്തില്ല. രാജമ്മ, നീ ചുമ്മാ കരകാട്ടമാടാതെ സത്യം പറ രാജമ്മ. ആ,
കിട്ടിപ്പോയി സാറേ. കത്തി ഞാൻ തിരിച്ചു കൊടുത്തില്ല, കൊടുക്കാൻ മറന്നുപോയി. കോവേ സ്റ്റോപ്പിൽ എത്തിയപ്പോ കത്തി ഞാൻ കൊറേ തെരഞ്ഞു, പക്ഷെ കണ്ടില്ല. കൂപ്പയിൽ അപ്പടി ഇരുട്ടായിരുന്നു. വണ്ടിക്കുള്ള പവർ കട്ടാ ഏടി ലൈറ്റ് പോട്ട് പാക്കലേ. ലൈറ്റ് ഇട്ടതാ സാറേ, അപ്പൊ കെടുത്താൻ പറഞ്ഞു. ആര് പറഞ്ഞു? ആ കുട്ടിയെ നാദിയ. എന്തിന്? അവളുടെ വർത്താനം കേട്ട ഞാനല്ല സാറ് ഓഫാക്കി പോവും. അതെന്താ? അവള് ഞങ്ങളെ പോലെ കടത്തുകാരിയാ സാറേ. ഞാനും മോളും പെട്ടിയിൽ ഇത്തിരി പൊന്നു കടത്തുമ്പോ അവള് ബാഗിൽ കടത്തണ എന്താന്നറിയോ സാറിന്? എന്താ പറയാ സാർ. ഇതെന്തോന്ന് ഗിറ്റാറോ? തോക്ക്. ദൈവമേ, ഇവിടെ പോലീസുകാരിയാണോ തോക്കും കൊണ്ട് നടക്കാൻ? എന്ത് പറ്റി ചക്കരെ? പറയടാ, നിന്നെ ആരെങ്കിലും കയറി പിടിച്ചോ? പോടുന്ന മനുഷ്യൻ. മോളെന്തെങ്കിലും കണ്ട് പേടിച്ചോ മോളെ? മാസ്റ്ററോ? അതെ, ബാലുവിന്റെ അച്ഛൻ. എവിടെയാണ്? അവിടെ. എന്ത് പറഞ്ഞു നിന്നോട്? എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ കാണട്ടെ അയാളെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഒരു പ്രശ്നമില്ല. മോളെ, നീ ഒരു കാർന്നോരെ കണ്ട? നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്തിയടാ? കാർന്നോരോ? വടക്കാഞ്ചേരി കുഷ്ഠരോഗ ആശുപത്രിയില്ല. ഹലോ. അവന്റെ ഒരു കാർന്നോര്. ഹലോ. ഈ കിളവനിത് എങ്ങോട്ട് പോയി? മമ്മി വേണ്ട മമ്മി, മമ്മിക്ക് എന്താ ഭ്രാന്ത്? എനിക്കല്ലടി ഭ്രാന്ത്, കോളേജിൽ നിന്റെ പിന്നാലെ നടന്നില്ല അവന്റെ ഭ്രാന്ത്. ഇവനെയൊക്കെ ഞാൻ പറഞ്ഞേ. രാജമ്മ തിരിച്ചു വന്നപ്പോ തുളസിമണി ഇരുന്ന എ കൂപ്പയിലേക്ക് കയറിപ്പോയ നിഴൽ ആരുടേതായിരുന്നു? അതോ? അത് ആ മുഖം ഇന്നലെ കണ്ടതുപോലെ ഇപ്പോഴും രാജമ്മയുടെ കണ്ണുകളിലുണ്ട്, അല്ലേ? എന്റെ പൊന്നണ്ണ, അല്ല സാറേ, ഈ അമ്മച്ചിക്ക് കണ്ണു പിടിക്കാത്തതാണ്. എനിക്ക് നിഴലേ ഇല്ല, ഞാൻ വെറും പാവമാണ്, അല്ലേ? തന്നെ കിളി, ട്രെയിനിലെ കിളി. ഈ കമ്പിളിക്കാരനകത്തോട്ട് കയറി പോയത് ഞാൻ കണ്ടതാ. പോയി പോയി പച്ച പോയി. നമസ്കാരം സാർ. മിസ്റ്റർ മയിൽവാഹനം, കേസിൽ എന്തെങ്കിലും പുതിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായോ? ഉണ്ടായി എന്നല്ല സാർ, ആളെ കിടച്ചാച്ച്. ആരാ സാർ അവൻ? AC അറ്റൻഡർ സുന്ദരേശൻ, സുന്ദരൻ കുതിരമൂളി. അവനോ? ഞാൻ പറയാം. ഡിവിഷണൽ മാനേജർ വിജയഭാനു സാർ പറഞ്ഞിട്ടാ ഞാൻ ഈ മഹാമാനവം ചെയ്തത്. വിജയഭാനു സാർ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? ഞാനോ? ശുദ്ധ നുണ. ഷറഫുദ്ദീൻ, ആ കള്ളം പറയുന്നത് താൻ വിശ്വസിക്കരുത്, അവരെ വിശ്വസിക്കരുത്. അപ്പൊ അവൻ കള്ളൻ തന്നെയാണെന്ന് ഡിവിഷണൽ മാനേജർക്ക് അറിയാം. ഭരതനുണ്ണിയുടെ ചെറിയമ്മ തുളസി വിജയഭാനുവിന്റെ ആരായിട്ട് വരും? അനുജത്തി. ഇനി ആ വാക്ക് നിങ്ങൾ ഉച്ചരിച്ചു പോകരുത്. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. ഭാര്യയുടെ അനിയത്തിയെ സ്വന്തം അനുജത്തിയായി കരുതാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയൂ? തുളസിമണിക്ക് വേണ്ടി നിങ്ങളുടെ സ്വന്തം മകനെ കൊണ്ട് കടവിലൊരു ബലിനാടകം നടത്തി. അവിടെ വെച്ച് നിങ്ങളൊരു വള്ളുവനാടൻ പൈങ്കിളിവാചകം പറഞ്ഞു. ആവാഹിച്ചൊരു രൂപത്തിലാക്കി മുന്നിൽ വിളക്കും നിവേദ്യവും വെച്ചാൽ കൊല്ലങ്കോട്ട് രാജയുടെ ഇളയ മകൾ ദേവതയാകും.
അറിയോ ഇയാളെ? അറിയാം, പക്ഷെ അറിയില്ലെന്ന് നടിക്കുന്നു. എ കൂപ്പയിൽ തുളസിമണിയുടെ പെട്ടിയിൽ നിന്ന് കിട്ടിയ ഫോട്ടോയാണ്. കോട്ടിട്ട് ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. പേര് മകരന്ദ് ഭാസ്കർ. സ്വദേശം മംഗലാപുരം. ജോലി ചെയ്യുന്നത് അമേരിക്കയിലെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി. ചിത്രത്തിൽ പിന്നിൽ കാണുന്നത് തങ്കരഥം, മൂകാംബിക ദേവിയുടെ. ഏതൊരാൾക്കും മൂകാംബിക അമ്മയുടെ മുന്നിൽ ഷർട്ടും കോട്ടും ഊരാതെ തൊഴുതു നിൽക്കാൻ ഒരവസരമുണ്ട് ജീവിതത്തിൽ. ഒരാണും പെണ്ണും ലോകത്തെവിടെ വെച്ച് വിവാഹിതരായാലും അതേ വിവാഹവേഷത്തിൽ മൂകാംബിക ദേവിയുടെ മുന്നിൽ വന്നു നിൽക്കാൻ അനുവാദമുണ്ട്. അത് മൂകാംബിക ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. തുളസിമണി വിവാഹിതയാണെന്ന കാര്യം നിങ്ങൾ ഞങ്ങളോട് മറച്ചുവെച്ചു. കാരണം അതൊരു രഹസ്യ വിവാഹമായിരുന്നു. എന്തിനാണ് ആരുമറിയാതെ മംഗലാപുരം രജിസ്റ്റർ ഓഫീസിൽ വെച്ച് തുളസിമണി ഒരു രജിസ്റ്റർ മാരേജ് നടത്തിയത്? നിങ്ങളെ പേടിച്ച്, സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനെ പേടിച്ച്. ഞാൻ അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു, ആഗ്രഹിച്ചു. ഭാര്യ മരിച്ചപ്പോഴേ നിശ്ചയിച്ചു സ്വന്തമാക്കാൻ. പക്ഷെ അവൾ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, മംഗലാപുരത്തുള്ള പയ്യനുമായി സ്നേഹത്തിലാണെന്നും പറഞ്ഞ് അവൾ എന്നെ ഇൻസൾട്ട് ചെയ്തു. പിന്നെ അവൾ മംഗലാപുരത്ത് വെച്ച് അവനെ മാരേജ് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞു. നവരസങ്ങളും അറിയുന്ന നർത്തകിയല്ലേ. ഒടുക്കം എന്റെ വലയം പൊട്ടിച്ച് അവളെല്ലാം കെട്ടിപ്പെറുക്കി അവന്റെ കൂടെ ജീവിക്കാൻ മംഗലാപുരത്തേക്ക് ട്രെയിൻ കയറിയ വിവരം സുന്ദരൻ ട്രെയിനിൽ നിന്നും എന്നെ വിളിച്ചു പറഞ്ഞു. വാശിയല്ല, പകയാണ് അപ്പൊ എനിക്കുണ്ടായത്. കൊന്നുകളയാൻ സുന്ദരനോട് പറഞ്ഞത് അപ്പോഴാണ്. ഭാര്യ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിന്റെ മനസ്സിൽ തുളസിമണി ദേവതയായിരുന്നു അല്ലേ? മോഹം ഒരു തെറ്റായ വികാരമല്ല, പക്ഷെ അത് പാപമാകുന്നത് മോഹിക്കുവാൻ പാടില്ലാത്തത് മോഹിക്കുമ്പോഴാണ്. ഷെയ്ം ഓൺ യു, വിജയബാനു. നാദിയ, എ ഷാർപ്പ് ഷൂട്ടർ, നാഷണൽ റൈഫിൾ ഷൂട്ടേഴ്സിൽ 23-ാം റാങ്ക്. സുഷമ റാണയുടെയും ശ്വേത ചൌധരിയുടെയും പിൻഗാമി. ആ കുട്ടിയുടെ ഇനിയുള്ള ചരിത്രം അറിയാമോ മയിൽവാഹനത്തിന്? അറിയാം സാർ. കുട്ടി വന്ന് കോയമ്പത്തൂർകാരി. ബോംബെയിലെ ഹാർമോണിയിലെ വാസിച്ചു പാടുന്ന ഒരു പാട്ടില്ലേ സാർ? കവാലി. കവാലി. കവാലി പാട്ടുകാരനും ആർമറി ഡീലറുമായിരുന്ന സക്കറിയ മേത്തർക്കും സിംഗർ സുൽത്താനാവുക്കും പിറந்த ഇരട്ട പെൺമക്കളിൽ ഒന്ന് இந்த നാദിയ. കോവൈ ഉപ്പളം തെരുവിൽ 1985 ജനനം. ഉമ്മ സുൽത്താന നേരത്തെ മരിച്ചുപോയി. സക്കറിയാവുടെ അതേ ക്യാരക്ടറിൽ പെൺകുട്ടികൾ വളർന്നു. നാദിയ കയ്യിൽ തുപ്പാക്കി എടുത്താച്ച്, നാദിറ കാലിൽ മണിച്ചിലങ്ക കെട്ടിയാച്ച്. ഷൂട്ടർ ആൻഡ് ഡാൻസർ. അതായിരുന്നു അന്വേഷണത്തിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. നാദിറയുടെ ലോവർ ലിപ്പിൽ നിന്ന് ലഭിച്ച അപ്പർ ആന്റീരിയസിന്റെ മാർക്കും സുദർശന്റെ കൈത്തണ്ടയിൽ നിന്ന് ലഭിച്ച മാർക്കും ഒരേ അളവായിരുന്നു. ആ തെളിവ് നിന്നെ ചൂണ്ടി നിൽക്കുമ്പോഴാണ് ഞാൻ നിന്നെ രണ്ടാമത് കാണാൻ വരുന്നത്. അറിഞ്ഞില്ല നീ? അന്ന് നിന്റെ ഐഡന്റിഫിക്കേഷൻ പരേഡായിരുന്നു. സിയായെ കുറിച്ച് മനഃപൂർവ്വം ഞാൻ അനാവശ്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോ ദേഷ്യം കൊണ്ട് നീ മറച്ചു വെച്ചിരുന്ന നിന്റെ തനി സ്വരൂപം നീ അറിയാതെ പുറത്തു ചാടി. അപ്പോഴും സിയ മുസാഫിർ നല്ലവനാണ്. കലാകാരന്മാരെല്ലാവരും നല്ലവരാ. വിശ്വാസം രക്ഷിക്കട്ടെ. കണികണ്ട ദേവന്റെ കാലിലും ചെളി എന്ന് പണ്ടാരോ പറഞ്ഞത് ഇവനെയൊക്കെ ഉദ്ദേശിച്ച റിയൽ ഡെവിൾ. ഒരാൾ മറ്റൊരാളെ ഏത് തരത്തിൽ അനുകരിച്ചാലും ആ അഭിനയത്തിൽ തെറ്റുപറ്റും. ശാസ്ത്രത്തെ ഒരു നിമിഷം പോലും കബളിപ്പിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് കുറ്റം ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഷൂട്ടനാദിയ ഓർക്കണമായിരുന്നു. നിന്റെ ഈ മൗനം ഉണ്ടല്ലോ, സൈലൻസ്, ഐ ടേക്ക് ഇറ്റ് ഫോർ യുവർ കൺഫെഷൻ. പ്രതി പൂർണ്ണ സമ്മതത്തോടെ, ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ താൻ ചെയ്ത കുറ്റകൃത്യത്തിന്റെ 4 സ്റ്റേജുകളും ഏറ്റുപറയണമെന്നാണ് നിയമം. കീഴടങ്ങിയ സ്ഥിതിക്ക് പറയണം. ആദ്യം മോട്ടീവ്, കുറ്റം ചെയ്യാനുള്ള പ്രേരണ. അവൻ
സിയ മുസാഫിർ ഒരു പവർ ഗിറ്റാർ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച സലീഷ്യൻ മ്യൂസിഷ്യൻ. നാദരയേക്കാൾ 100 ഇരട്ടി ഞാൻ അവനെ മോഹിച്ചു. ആരും എന്നെ മനസ്സിലാക്കിയില്ല. എന്റെ ആഗ്രഹം ഞാൻ അയ്യരമ്മയോട് പറഞ്ഞപ്പോ അവരെന്നെ വഴക്ക് പറഞ്ഞു. ഒക്കെ ഞാൻ സഹിച്ചു എന്റെ സിയായിക്ക് വേണ്ടി. പക്ഷേ തനിക്ക് കിട്ടിയ സൗഭാഗ്യത്തെ പറ്റി പറഞ്ഞ് നാദരി എന്നെ കളിയാക്കിയപ്പോ അതാണ് എന്നെ ഭ്രാന്തിയാക്കിയത്, എന്നെ ദുഷ്ടയാക്കിയത്. യാ അല്ലാഹ്, നിന്നിലും അധികം ഞാൻ അവനെ സ്നേഹിച്ചു പോയി. കുറ്റം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ എപ്പോഴാണ് തുടങ്ങിയത്? നാദരയും സിയയും തമ്മിലുള്ള വിവാഹം തീരുമാനിച്ച നിമിഷം മുതൽ ഞാൻ മനസ്സിലുറപ്പിച്ചു, എന്നെ അവളെയും ഒരിക്കൽ പോലും നേരിട്ട് കാണാത്ത സിയയ്ക്ക് ഞാനും നാദരയും ഒരുപോലല്ലേ. പാരീസിലെ ക്രേ ബ്രദേഴ്സ് എന്ന ക്രിമിനൽസിന്റെ ജീവചരിത്രം വായിച്ചപ്പോ ഞാൻ ഉറപ്പിച്ചു, ഐഡന്റിറ്റി എക്സ്ചേഞ്ച് ചെയ്യാൻ. 12-ാം തീയതി എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമായി വന്നു. കോയമ്പത്തൂർ ഫ്ലൈറ്റ് ക്യാൻസൽ ആയതും പാലക്കാട് 2.5 മണിക്കൂർ ലേറ്റായി മാത്രം എത്തുന്ന സൗപർണിക എക്സ്പ്രസും ഒക്കെ ഒരു ദിവസം തന്നെ സംഭവിച്ചു. പിന്നെ അവളെ കൊല്ലേണ്ട രീതി മാത്രം, ഗണ്ണുപയോഗിക്കാതെ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കഴുത്തറക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരെണ്ണം ഞാൻ ചെന്നൈയിൽ നിന്ന് വാങ്ങി കരുതി. പക്ഷെ ആ ബ്ലേഡ് ഞാൻ ഉപയോഗിച്ചില്ല. സി കുപ്പയിലെ ഡോക്ടേഴ്സിന്റെ കയ്യിൽ നിന്ന് രാജമ്മ ബ്ലേഡ് വാങ്ങി വരുന്നത് ഞാൻ കണ്ടു. എല്ലാവരും ഉറങ്ങിയപ്പോ ഞാനതെടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അന്വേഷണം വരുമ്പോ ആ ബ്ലേഡിന്റെ ഉടമ ഞാനാവാതിരിക്കാൻ ഫോണിൽ നാദരയോട് കോയമ്പത്തൂർ സ്റ്റേഷനിൽ വരാൻ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവൾ അനുസരിച്ചു. കൃത്യം 4:30 നാദര ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കോയമ്പത്തൂർ സ്റ്റേഷനിലെത്തി. എന്തേ, വാ നമുക്ക് പോവാ. നിക്കേ, നീ ഇങ്ങോട്ട് വന്നത് ആരെങ്കിലും കണ്ടോ? ആരെങ്കിലും നിന്നെ തിരിച്ചറിഞ്ഞോ? ഇല്ല. അപ്പോ ഈ രാത്രി ഞാനും നീയും തമ്മിൽ കണ്ടിട്ടേയില്ല. നിനക്ക് എന്തു പറ്റി? എന്നെ കൊണ്ടുപോകാൻ നീ കോയമ്പത്തൂരിൽ വന്നിട്ടില്ല. ഇപ്പൊ നീ മുദ്രപീഠത്തില. സിയെ കിനാവ് കണ്ട് ഉറങ്ങുക അല്ലേ? കരയരുത്. കരയാൻ ഒരർഹതയും നിനക്കില്ല. എനിക്കറിയാം, ഞാൻ നാദരയോട് ചെയ്തത് പ്രായശ്ചിത്തമില്ലാത്ത തെറ്റാ. ആരും എന്നോട് പൊറുക്കില്ല. നാളെ സിയ ഇതെല്ലാം അറിയുമ്പോ എന്നെ വെറുക്കും. പുഴുത്ത പട്ടിയെ പോലെ എന്നെ ആട്ടി അകറ്റും. എന്നോട് ഒരല്പം ദയ കാണിച്ചൂടെ? ഇതൊന്നും സിയയോട് പറയാതിരുന്നൂടെ? ഇനി നിന്നോട് ദയ കാണിക്കേണ്ടത് ഞാനല്ല, ബഹുമാനപ്പെട്ട നീതിപീഠമാണ്. വേണ്ട, എനിക്ക് എന്നോട് തന്നെ ദയ കാണിക്കാൻ ആരുടെ അനുവാദം വേണ്ട. ഞാൻ എന്നോട് ദയ കാണിച്ചോളാം. സത്യത്തിൽ ഇന്നാണ് നാദിയ കൊല്ലപ്പെട്ട രാത്രി. ഈ ആത്മഹത്യ ഒരിക്കലും നാദിയയ്ക്കൊരു ശിക്ഷയുമാവുന്നില്ല. സാർ, ഈ കൂപ്പയിലെ നമ്മ നാദറയെ കാണല്ലേ സാർ? അവൾ പോയി. സൂയിസൈഡ്? യാ. സിയ മുസാഫിർ. സാർ, அந்த ആൾക്കിட்ட നമ്മ എന്നെ ചൊല്ലും സാർ? അയാളോട് പറയാനുണ്ട് കുറേയേറെ കാര്യങ്ങൾ.
can't believe this. ആ കുട്ടിക്ക് എങ്ങനെ മനസ്സ് വന്നു? യു ഫോർഗെറ്റ് അബൌട്ട് നാദിയ. ഇനി നീ ഓർക്കേണ്ടത് നാദിറയെ കുറിച്ച് മാത്രം. ഇന്ന് അവളെ ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടർ പറഞ്ഞത് സിയ നീയും കേട്ടതല്ലേ. ഇനി മിറാക്കിൾ ഒന്നും സംഭവിക്കാനില്ല. ജീവിതകാലം മുഴുവൻ അവൾ അങ്ങനെ വീൽ ചെയറിൽ ചുരുണ്ടുകൂടിയിരിക്കും. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാനുള്ള സമയമായി. വേണോ എനിക്കുള്ള എന്നും താലി കെട്ടാനൊന്നും കാത്തു വെക്കുന്നില്ല, കൊണ്ടുപോവാണ്. ഒരു ദിവസം ഈ വീൽ ചെയറിന് ഞാൻ അവളെ എഴുന്നേപ്പിക്കും. ആ വിശ്വാസം എനിക്കുണ്ട്. കൺഗ്രാറ്റ്സ്.